നമസ്തേ. മോശം പ്രചാരണങ്ങളിലൂടെ തളർത്തി ഒരു മൂലക്കിരുത്താമെന്നാണ് ചിലർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ജനകീയമായ പ്രവർത്തന ശൈലിയിലൂടെയും വോട്ടർമാരുടെ ഹൃദയം കവരുന്ന തുടർച്ചയായ വിജയങ്ങളിലൂടെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ പദവിയിലെത്തിയ ജനപ്രിയ നേതാവാണ് ജി ആശാനാഥ്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന വ്യക്തിഹത്യകൾക്കും മോശം ട്രോളുകൾക്കും അങ്ങേയറ്റം തന്റേടത്തോടെയും പക്വതയോടെയും ആശ നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയാണ്. സൈബർ അറ്റാക്കുകളെ ഒരു വലിയ സംഭവമായി കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല താനെന്നും ഇതിലും വലിയ പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ആശ അടിവരയിട്ട് പറയുന്നു. ശ്വാസമുട്ടൽ പോലെയുള്ള ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ദൃശ്യങ്ങൾ പോലും മനഃപൂർവ്വം എഡിറ്റ് ചെയ്ത് ട്രോളുകളാക്കി മാറ്റിയവർ സത്യത്തിൽ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ ഈ വിഷയത്തെ പോസിറ്റീവായി കണ്ടുകൊണ്ട് വ്യക്തമാക്കിയത്. ഇത്തരം മോശം പ്രചാരണത്തിലൂടെയും മനസ്സ് വിഷമിക്കുന്ന വാക്കുകളിലൂടെയും തളർത്തി ഒരു മൂലക്കിരുത്താമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഉറച്ചു പറയുന്നു. ഇനി എന്തൊക്കെ മോശമായ രീതിയിൽ ട്രിഗർ ചെയ്താലും സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ സൈബർ ബുള്ളിംഗ് നടത്തിയാലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് താൻ മുന്നോട്ട് തന്നെ പോകും. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കപ്പുറം തന്നെയും തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും വരെ അങ്ങേയറ്റം സെക്ഷലി മോശമായ രീതിയിലാണ് ചിലർ അധിക്ഷേപിച്ചത്. എന്നാൽ സ്വന്തം വീട്ടിലുള്ളവരോടും സ്വന്തക്കാരായ ആളുകളോടും പെരുമാറുന്ന അതേ മോശം സംസ്കാരമാണ് ഇത്തരം ക്രിമിനലുകളുടെ വിരൽത്തുമ്പിൽ നിന്ന് കമന്റുകളായി വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊന്നും താൻ ബോധപൂർവം ശ്രദ്ധിക്കാറില്ലെന്നും ആശാനാഥ് തുറന്നടിച്ചു. സൈബർ ആക്രമണം നടത്തുന്നവർ അത് ചെയ്ത് സമയം കളയുമ്പോൾ തനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കാറുണ്ട്. വിവാദങ്ങൾക്ക് പുറകെ പോകാതെ വരുന്ന 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ സമ്പൂർണ്ണ വികസന നഗരമാക്കി മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ജനപ്രതിനിധിക്കുള്ളത്. വ്യക്തിഹത്യ നടത്തുന്ന സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുകയോ പിൻവാങ്ങുകയോ ചെയ്യില്ലെന്ന ഈ ഉറച്ച പ്രഖ്യാപനം സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്ന ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അനാവശ്യ ട്രോളുകളെയെല്ലാം കാറ്റിൽ പറത്തി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ കരുത്തോടെ ഇറങ്ങിച്ചെല്ലുന്ന തിരുവനന്തപുരത്തിന്റെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മേയർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വരും വർഷങ്ങളിൽ കൂടുതൽ ഊർജത്തോടെ ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ.